പാരഡി ഗാനത്തിലെ കേസിൽ പരാതിക്കാരൻ പ്രസാദ് കുഴിക്കാലയുടെ മൊഴിയെടുത്തു. തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസാണ് മൊഴിയെടുത്തത്. കേസ് പിൻവലിക്കുന്നതിൽ പോലീസ് നിയമോപദേശം തേടി. നിയമോപദേശം ലഭിച്ച ശേഷമാകും തുടർ നടപടികൾ. സിജോ വി ജോൺ ചേരുന്നുണ്ട്. സിജോ, കോടതിയിലേക്ക് കേസ് എത്തുന്നതിന് മുൻപുള്ള നടപടികളാണ് ഇപ്പോൾ അന്വേഷണ സംഘം നടത്തിയതെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു പ്രൊസീജിയർ? എങ്ങനെയാണ് കേസ് പിൻവലിക്കുന്നതിന്? ഈ കേസിൽ ഒരു മെല്ലെപ്പോക്ക് സമീപനം സ്വീകരിക്കാൻ വേണ്ടി സർക്കാർ അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എങ്കിലും അതിന്റെ നടപടികൾ തുടരും എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് പരാതിക്കാരനിൽ ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ പ്രതിയേർക്കപ്പെട്ടിരിക്കുന്ന ആളുകളെ വിളിച്ചു വരുത്താനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ അത് പിന്നീട് കോടതിയിലേക്ക് കേസ് പോകുന്നത് വളരെ വൈകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം വളരെ വേഗത്തിൽ കോടതിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ FIR കോടതിയിൽ നിൽക്കില്ല എന്നുള്ളൊരു കാര്യം അന്വേഷണ സംഘത്തിന് അറിയാം. അതുകൊണ്ട് അത്തരം നടപടികളിലേക്ക് പോകില്ല. പിന്നീട് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ മൊഴിയെടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ FIR-നെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ പ്രതികൾ കോടതിയിൽ ചലഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ ഒരു മറുപടി നൽകേണ്ടതുണ്ട്. ഇതിന്റെ അന്വേഷണം നടക്കുന്നു, FIR ഇട്ടിട്ടുണ്ട്, മൊഴികൾ രേഖപ്പെടുത്തുന്നുണ്ട്, അത് വിശദമായി പരിശോധിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് അറിയിക്കാൻ സാധിക്കുക. അങ്ങനെ ഒരു തിരിച്ചടി ഭയന്നുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ ഒരു മൊഴിയെടുക്കൽ നടപടികളിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് കോടതി നടപടികളിലേക്ക് ഞാൻ പറഞ്ഞതുപോലെ ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ ഈ പാരഡി സോങ്ങുമായി ബന്ധപ്പെട്ട് പുതിയ കേസുകൾ വന്നു കഴിഞ്ഞാൽ ഇനി വളരെ വേഗത്തിൽ FIR ഇടേണ്ട എന്നുള്ളൊരു നിർദ്ദേശത്തിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിൽ തന്നെ രണ്ടഭിപ്രായങ്ങളുണ്ടായിരുന്നു. നിയമവിദഗ്ധരൊക്കെ പറയുന്നത് ഈ മതവികാരം വ്രണപ്പെടുത്തി എന്ന് പറയുന്ന രീതിയിൽ കേസ് എടുത്തു കഴിഞ്ഞാൽ അത് നിലനിൽക്കില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കേസെടുക്കാൻ വേണ്ടി പോലീസ് നിർബന്ധരായി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ പാട്ടുണ്ടാക്കിയ ഒരു വലിയ ഇമ്പാക്റ്റാണ്. സ്വാഭാവികമായും ഇനി ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ശബരിമല വിഷയം ഇങ്ങനെ സജീവമായി നിലനിർത്തുന്നതിൽ ഇത്തരം സോങ്ങുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ കേസ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും ഉണ്ടാകും എന്നൊരു കരുതലോട് കൂടിയാണ് ആ കേസ് എടുത്തത്. പക്ഷെ ആ കേസ് വല്ലാത്ത കൊല്ലാപ്പായി മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഈ പാരഡി എന്ന് പറയുന്നത് അതുകൂടിയായിരിക്കും സർക്കാരിനെ ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. മാത്രവുമല്ല, വളരെ ബാലിശമായിട്ട് ഉള്ള രീതിയിലാണ് പ്രതിപക്ഷം പോലും ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. അപ്പം അത് വലിയ തിരിച്ചടിയാകും എന്നുള്ള ഭയം സിജോ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഉണ്ടല്ലേ? അതെ, ഒന്ന് പേടിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് ചിന്തിച്ചിരിക്കുന്നത്. ഈ കേസിന് പിന്നിൽ ഒരു പൊളിറ്റിക്കൽ ഒരു വശം കൂടി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം കേസ് എടുത്തിരിക്കുന്ന കേരള പോലീസാണ്. പക്ഷേ അതൊരു സമ്മർദ്ദം സ്വാഭാവികമായിട്ട് ഉണ്ടായിട്ടുണ്ടാവണം. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി വരുന്ന സമയങ്ങളിലാണെങ്കിലും തെരഞ്ഞെടുപ്പുകളിലാണെങ്കിലും ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്ന പ്രധാന വിഷയമായി നിലനിൽക്കാൻ സാധ്യതയുണ്ട്. അത് ആ പ്രചാരണത്തിന് അപ്പുറത്തേക്ക് ഇത് ഒരു സോങ് ഒക്കെയായി പോകാനുള്ള ഒരു സാധ്യത തടയുക എന്നൊരു ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇതിന് കേസുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കോടതിയിൽ ഉണ്ടാകുന്ന തിരിച്ചടി ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിയിൽ നിന്ന് തന്നെ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ഇനി വളരെ വേഗത്തിൽ മുന്നോട്ട് പോകേണ്ട, ഇവിടെ കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കുക എന്നുള്ള നിലയിൽ വന്നിട്ടുണ്ട്. പക്ഷേ സർക്കാരിനും പോലീസിനും വലിയ രീതിയിലുള്ള നാണക്കേട് ഈ സംഭവം ഉണ്ടാക്കിയെന്നുള്ളതിൻ്റെ സംശയമില്ല. കാരണം ഒരു FIR എടുത്ത് 2 ദിവസം പിന്നിടുന്നതിന് മുമ്പാണ് ഈ പറയുന്ന ഇത് പയ്യെ പോകാം എന്നുള്ള തീരുമാനത്തിലേക്ക് വരികയും ചെയ്തിരിക്കുന്നത്. സർക്കാരിന്റെ നിലപാടൊക്കെ വലിയ പാരഡിയേക്കാൾ വലിയ കോമഡിയായ നിലപാടിലേക്ക് പോവുകയാണ്. നേരത്തെ നമ്മൾ കണ്ടതാണ് ഈ മൈക്ക് അനൗൺസ്മെന്റ്, അത് ശബ്ദമൊക്കെ ഹോളിംഗ് വന്നതിന് ശേഷം ഒരു ഈ മൈക്ക് സെറ്റും അതോടൊപ്പം തന്നെ അതിന്റെ ഓപ്പറേറ്റർക്ക് കേസെടുത്തിട്ട് 8 മണിക്കൂറിനുള്ളിൽ അത് പിൻവലിക്കുന്ന കേസിലേക്ക് പോയത്. അപ്പോൾ അത്തരം ഒരു സമാന ഒരു സാഹചര്യത്തിലേക്കാണ് ഈ പാരഡി പാട്ടും വന്നിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.